എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 3 മുന്നണികളും ആദ്യഘട്ട തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ അണിനിരത്തി എല്ലാ മണ്ഡലങ്ങളിലും വൻ വിജയപ്രതീക്ഷയിലാണ് എൻഡിഎ. UDF ഭൂരിപക്ഷമുള്ള എറണാകുളം ജില്ലയിൽ ഇത്തവണ മുഴുവൻ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം കടുക്കും. പരമ്പരാഗത കോൺഗ്രസ് തട്ടകങ്ങളിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷ എൻഡിഎക്കുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വലിയ സ്വാധീന ശക്തിയായി മാറി. തൃപ്പൂണിത്തുറ, തൃക്കാക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എൻഡിഎ വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ഇടതു വലതു മുന്നണികൾക്കുള്ളിൽ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കല്ലുകടി വോട്ട് ചോർച്ചയ്ക്ക് കാരണമായേക്കും. പലയിടത്തും പ്രാദേശിക എതിർപ്പുകൾ അവഗണിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നത്. ജില്ലയിലെ 2 സിറ്റിംഗ് കോൺഗ്രസ് MLA-മാർ മത്സരരംഗത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പടലപ്പിണക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഹരിക്കപ്പെടുമെന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷയും അസ്ഥാനത്തായി. വൈപ്പിനിലെ നിലവിലെ MLA ആയ KN ഉണ്ണികൃഷ്ണനെ മണ്ഡലം മാറ്റി പരീക്ഷിക്കുന്നത് തിരിച്ചടിയാകുമെന്ന ഭയം ഇടതുമുന്നണിയിലെ ഒരു വിഭാഗത്തിനും ഉണ്ട്. AM ആരിഫിനെ ആലപ്പുഴയിൽ നിന്നും നേരെ ആലുവയിൽ കൊണ്ടുവന്നത് ഇടതുമുന്നണിയെടുത്ത തെറ്റായ തീരുമാനമാണെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. ജനം, കൊച്ചി.